എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി is defined as amount of heat required to rise the temperature of, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക് കേട്ടോ. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം, തീർത്തും ഉറപ്പിച്ച് പറയണം. സ്പെസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത് ഇന്ന കാര്യം ഇന്നതാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിങ്ങനെ പറയുകയാണ്. ഞാൻ കൃത്യം നിങ്ങൾ ആ സമയത്ത് എത്തുമോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. മാറ്റമുണ്ടോ, വെയിറ്റ് ചെയ്യോ, ഒരു സെക്കൻഡെങ്കിലും മാറുമോ, 9 മണി എന്ന് പറഞ്ഞാൽ 9 ഷാർപ്പാണോ എന്ന് ചോദിക്കുന്നത് പോലെ ഇവിടെ മാസ് സ്പെസിഫൈ ചെയ്യുകയാണ്. 1 ഗ്രാം ആവട്ടെ, 1 കിലോഗ്രാം ആവട്ടെ, 1 ക്വിൻ്റൽ ആവട്ടെ. പക്ഷെ നമ്മൾ SIയിൽ എപ്പോഴും 1 kg എന്നാണ് പറയാറ് അല്ലേ? അപ്പോൾ 1 kg എന്നുള്ളതിനാണ് ഇവിടെ പ്രാധാന്യം. യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി. അതായത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലും നമുക്കത് വേഗം ബോധ്യമാവും. ഒന്നുകൂടെ നോക്കാം. അല്ലെങ്കിൽ ഇതും കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ സിമ്പിളാണ്. സി ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഡെഫിനിഷനും പോകുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്നാണ്. അപ്പോൾ സി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ആണ്. എന്താ കണ്ടീഷൻ? ഈ അടിയിലുള്ള ആൾക്കാരൊക്കെ 1 ആണെങ്കിൽ മാത്രം സി ഡെൽറ്റ ക്യൂ ആവുന്നു. അതാണ് ഇതിൻ്റെ ഡെഫിനിഷനും. ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്റർ സിക്ക് തുല്യമാണ്. സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ, അതാണ് എഴുതിയിരിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്. ഹീറ്റാണ്. എന്താ കണ്ടീഷൻ? 2 കണ്ടീഷൻ ഉണ്ട്. എന്താ 2 കണ്ടീഷൻ? എമ്മും 1 ആവണം, ഡെൽറ്റ ടിയും 1 ആവണം. അപ്പോൾ എം എങ്ങനെ 1 ആവുക? അതാണ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ആരുടെ 1 kg. യൂണിറ്റ് മാസ് പറഞ്ഞാൽ 1 kg. എത്ര ടെമ്പറേച്ചർ കൂടണം? ഇപ്പം എത്രയാണോ ഇരിക്കുന്നത്, അത് സെൽഷ്യസ് ആവട്ടെ, ഫാരൻഹീറ്റ് ആവട്ടെ, കെൽവിൻ ആവട്ടെ, ഏത് ടെമ്പറേച്ചർ ആയിക്കൊള്ളട്ടെ, അവിടെ നിന്ന് 1 ഡിഗ്രി മാറണം. ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് 31 ഡിഗ്രി സെൽഷ്യസ് ആവണം. പക്ഷെ നമ്മൾ കെ എന്നാണ് SIയിൽ പറയാറ്. അപ്പോൾ 30K ആണെങ്കിൽ 31K. അതാണ്ടോ യൂണിറ്റ് കണ്ടോ? ശ്രദ്ധിച്ചേ. ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഏതിൻ്റെ ജൂള്? ഹീറ്റിൻ്റെ. എമ്മിൻ്റെ കിലോഗ്രാം, ഡെൽറ്റ ടിയുടെ കെൽവിൻ. സോ യൂണിറ്റ് എന്ത് വരും? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇനിയും ഡയമെൻഷൻ എന്താ വരുക? ഡയമെൻഷൻ ഓരോരുത്തരുടെ നമ്മൾ എഴുതി നോക്കണം, എന്നാലേ ഈ ഡയമെൻഷൻ കിട്ടുള്ളൂ. ഡയമെൻഷൻ ഓരോരുത്തരുടെ എഴുതി നോക്കണം. ഹീറ്റ് ഒരു ഫോം ഓഫ് എനർജി ആണല്ലേ? അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എഴുതണം. എനർജി എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുക? mgh എഴുതി നോക്കിയാലും മതി, 12mv² എഴുതി നോക്കിയാലും ഒക്കെ എനർജി കിട്ടും. m × g × h. m എന്ത് വരും? ക്യാപിറ്റൽ M. g എന്ത് വരും? L(T⁻²). h എന്ത് വരും? L. ഇത്രയും കാര്യങ്ങളുണ്ട് മുകളിൽ. അടിയിലൊരു എമ്മും ഉണ്ട്, പിന്നെ ഡെൽറ്റ ടിക്ക് കെൽവിനും ഉണ്ട്. പക്ഷേ എന്തൊക്കെയായിട്ട് ക്യാൻസൽ ചെയ്തു? ഈ എം ബാക്കി ആളുകളായിട്ട് ക്യാൻസൽ ചെയ്തു. മുകളിൽ എന്തായാലും നമുക്ക് കിട്ടിയത് ഒരു എം ഉണ്ടായിരുന്നില്ലേ? ആ എമ്മും താഴത്തെ എമ്മും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി മുകളിൽ എന്താ ഉള്ളത്? ജി. ജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? L(T⁻²) ആണ്. പിന്നെ ഒരു എച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ L²T⁻². ഈ ഡെൽറ്റ ടിയുടെ കെ മുകളിൽ പോയി, K⁻⁻1. ക്ലിയർ? അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പദം കൈനറ്റിക് എനർജിയോ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എളുപ്പം എഴുതാൻ സാധിക്കും. എല്ലാ എനർജിയുടെയും ഡയമെൻഷൻ ഒന്ന് തന്നെയാണല്ലോ. അത് ഹീറ്റ് ആയാലും മെക്കാനിക്കൽ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ എനർജിയുടെ എങ്ങനെ കാണുക? mgh ആണ് എളുപ്പ വഴി. അപ്പോൾ m × g × h. m എന്താണ്? m. g എന്താണ്? L(T⁻²) × h. അപ്പോൾ GH ആണ് ഈ എഴുതിയിരിക്കുന്നത്. G × h ആണിത്. ഈ എമ്മും മുകളിലത്തെ എമ്മും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ m⁻0 ആയിപ്പോയി, K⁻⁻1. ഡയമെൻഷൻ കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വിധത്തിൽ നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുക? ഇതാ ഇവിടെ ഹീറ്റ് ഉണ്ട്, ഇവിടെ തീജ്വാലയുണ്ട്. നമുക്ക് വെള്ള കളറിലായതുകൊണ്ട് അതത്ര ക്ലിയർ ആവുന്നില്ല, എങ്കിലും ഇവിടെ തീജ്വാലയുണ്ട്.
തീജ്വാല ഉണ്ടായിട്ട് ഇതാണ് നമ്മുടെ സിസ്റ്റം. ഒരു കണ്ടെയ്നർ കണ്ടെയ്നിങ് ലിക്വിഡ് ഓർ ഗ്യാസ്. ഇത് ബോയിൽഡ് ആവുന്നു. ബോയിൽഡ് ആവുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? എന്താ കണ്ടീഷൻ? ഒറ്റ 1 ഡിഗ്രി മാത്രമേ കയറാൻ പാടുള്ളൂ. ഇത് തെർമോമീറ്ററാണ്. തെർമോമീറ്ററിൽ 10, 20, 30 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ 1 ഡിഗ്രി മാത്രം കയറാൻ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഓവർ റൈറ്റിംഗ് ആയിപ്പോയി. എങ്കിലും റൈസ് ഓഫ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ കണ്ടെയ്നർ ത്രൂ 1 ഡിഗ്രി. അപ്പോൾ ഇത് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. വെള്ളം ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ നിന്ന് 1 ഡിഗ്രി മാത്രം കൂടാൻ എത്ര ഹീറ്റ് കൊടുത്തു, അതിന് പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എന്താണ് 30 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന വെള്ളം, തൽക്കാലം അത് റൂം ടെമ്പറേച്ചർ 30 ആണെന്ന് വിചാരിക്കുക. 30-ലിരിക്കുന്ന വെള്ളം നമ്മൾ ചൂട് കൊടുത്തു. 31 ആക്കാൻ എത്ര ചൂട് കൊടുത്തു? ഇത് 1 kg വാട്ടറാണെന്ന് സങ്കല്പിക്കുക. ഒറ്റ kg വാട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. 1 കിലോ വെള്ളം 1 ഡിഗ്രി ചൂടാവാൻ എത്ര ഹീറ്റാണോ കൊടുത്തത്, അതിന് പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതതിൻ്റെ മുകളിലോട്ട് എഴുതി വന്നു, സാരമില്ല. നമ്മുടെ ഡയമെൻഷൻ നേരത്തെ വിശദമായിട്ട് പറഞ്ഞിരുന്നല്ലോ. എന്താണ്? റൈസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ കണ്ടെയ്നർ ത്രൂ 1 ഡിഗ്രി. ഈ ഓപ്പൺ കണ്ടെയ്നറിന് പ്രാധാന്യം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇനി അടുത്തത് ക്ലോസ്ഡ് കണ്ടെയ്നർ വെച്ചിട്ട് പറയുമ്പം വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ഇത് വോളിയം കോൺസ്റ്റൻ്റ് അല്ല, ഇത് ഓപ്പൺ കണ്ടെയ്നറാണ്. മനസ്സിലായോ? അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ളതാണ്. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് തന്നെയാണ് കാണുന്നത്. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ 1 യൂണിറ്റ് റൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആകെയുള്ള വ്യത്യാസം കണ്ടെയ്നറിൻ്റെ ലിഡ് ഉണ്ടാവും. കണ്ടെയ്നറിന് ഒരു ലിഡ് ഉണ്ടാവും. അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ഇത് കണ്ടില്ലേ? കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെൽറ്റ ക്യൂ required to rise the temperature delta T of unit mass of gas at constant volume through 1 degree. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഡ് ചെയ്ത ടേം കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എഴുതുന്നത് അങ്ങനെ തന്നെയാണ്. ഡെൽറ്റ ക്യൂ ഈ പ്രൊപ്പോർഷണൽ ടു എം ഡെൽറ്റ ടി. അവിടെ നിന്നാണ് നമുക്ക് നേരത്തെ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു സി എം ഡെൽറ്റ ടി എന്ന് കിട്ടുന്നത്. സി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി. ഇവിടെ വ്യത്യാസം നോക്കൂ, സിക്ക് പകരം സി വി എന്നെഴുതണം. കാരണം സി വി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ എങ്ങനെ വരും സി വിയുടെ ഇക്വേഷൻ? സി വി ഈക്വൽ ടു എ ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി ഓർ സി വി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഈ സഫിക്സ് കണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതെന്തിനാണ്? കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് കാണിക്കാൻ. ഈഫ് എം ഈക്വൽ ടു 1, എം 1 ആണല്ലോ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എം 1 kg ആവുമ്പോൾ മാത്രമാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുക. അല്ലാത്ത സമയത്ത് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയില്ല, വെറുതെ ഹീറ്റ് എന്നേ പറയുള്ളൂ. അപ്പോൾ സ്പെസിഫൈ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് മാസും ഒന്ന് ടെമ്പറേച്ചറും. ടെമ്പറേച്ചർ എന്തായിരിക്കണം? 1 ഡിഗ്രി. മാസ് എന്തായിരിക്കണം? 1 kg. കിട്ടിയല്ലോ? അപ്പോൾ സി വി ഈസ് നോൺ ആസ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. മനസ്സിലായോ? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്താണ്? സി വി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി. ആകെ ഈ സിയുടെ അടിയിൽ എഴുതിയിരിക്കുന്ന ഈ ചെറിയൊരു സഫിക്സ് കൊണ്ട് മാത്രമാണ് നമ്മളത് തിരിച്ചറിയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെന്നുള്ളത്. ഇക്വേഷൻ പഴയ ഇക്വേഷൻ തന്നെയാണ്. ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി തന്നെയാണ് സി സ്പെസിഫിക് ഹീറ്റിൻ്റെ ഇക്വേഷൻ. പക്ഷെ തിരിച്ചറിയുന്നത് ഈ സഫിക്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ. അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ളതാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ സി പി കണ്ടോ? ഈ സഫിക്സ് കണ്ടോ? ഇങ്ങനെ ചേർത്തെഴുതുന്നതിന് സഫിക്സ് എന്നാണ് പറയുക. സി പി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. യാതൊരു വ്യത്യാസവുമില്ല, പി കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രം. ബാക്കി ടേംസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഡെൽറ്റ ക്യൂ റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ്
കോൺസ്റ്റൻറ്റ് പ്രഷർ ത്രൂ 1 ഡിഗ്രി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വീണ്ടും വരിക? എം ഡെൽറ്റ ടി, എം 1 ആയിരിക്കണം, ഡെൽറ്റ ടി 1 ആയിരിക്കണം. ആ കണ്ടീഷനിലാണ് നമ്മൾ സി പി ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് പറയുക. പക്ഷേ ഇവിടെ എന്തായിരിക്കും കോൺസ്റ്റൻറ്റ്? പി. അപ്പോൾ സി പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇത് ഇതാ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് സി പി. എന്താണ് കണ്ടീഷൻ? ഈഫ് എം ഈക്വൽ ടു 1. ഇപ്പോൾ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇതാണ്. കോൺസ്റ്റൻറ്റ് വോളിയം നമ്മൾ നേരത്തെ പറഞ്ഞു സി വി. ഇവിടെ എന്താ വ്യത്യാസം? സി പി കോൺസ്റ്റൻറ്റ് പ്രഷർ, മറ്റത് കോൺസ്റ്റൻറ്റ് വോളിയം. ഇപ്പോൾ നമ്മൾ 3 വാക്കുകൾ പരിചയപ്പെട്ടു. സി പഠിച്ചു, സി വി പഠിച്ചു, സി പി പഠിച്ചു. സി പി എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി. സി വി ഒ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. എന്താ കണ്ടീഷൻ? രണ്ട് കണ്ടീഷനും എം ഈക്വൽ ടു 1. ഓക്കെ.